ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊക്കെ റീൽസ് കണ്ട് വന്നതാവൂലേ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. ബിസിനസ്സിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് മാത്രം. ബിസിനസ് നമുക്ക് രണ്ടാമത് ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്കില്ലുള്ള മനുഷ്യന്മാർ മലയാളികളാണ് എന്നുള്ളത് ആവർത്തിച്ച് ഞാൻ പറയുന്നതിനുള്ള കാരണം, നമ്മളെപ്പോലെ മനുഷ്യത്വമുള്ള, നമ്മളെപ്പോലെ സഹജീവി സ്നേഹമുള്ള, നമ്മളെപ്പോലെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള, നമ്മളത്തോളം എത്തിക്സ് കീപ്പ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഇന്ത്യ മഹാരാജ്യം വളരെ കുറവാണ്. അത് മനസ്സിലാക്കണം. ഉത്തരേന്ത്യയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുമ്പോൾ പല ആളുകളും അവിടെ വർഗീയവാദികളുടെ നാടല്ലേ, അവിടെ തീവ്രവാദം നടക്കുന്ന നാടല്ലേ, അവിടെ വെട്ടും കൊലയും പീഡനവും കൊണ്ട് ക്രിമിനലിസം കൊണ്ട് അഴിഞ്ഞാടുന്ന നാടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു തോട്ട് വന്നില്ല. ആക്ച്വലി ഈ തോട്ട് വന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച പ്രചരണ വാർത്തകളിൽ വന്നതാണ് കൂട്ടരെ. നിങ്ങൾ വ്യക്തി ജീവിതം കൊണ്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അവിടെ ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റാത്ത നാടാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഉത്തരേന്ത്യയിൽ വന്നവർക്ക് പറ്റുമോ? ഇല്ല. എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ട്, അതിനുള്ള കാരണങ്ങളുമുണ്ട്. അതിൻ്റെ വിഷയത്തിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. പിന്നീട് ഒരു സമയത്ത് നിങ്ങൾ ആരെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരേന്ത്യൻ എക്സ്പീരിയൻസ് പറഞ്ഞ ഒരു എപ്പിസോഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബിസിനസ്സിനെ കുറിച്ചാണ്. നമുക്ക് നമ്മളെപ്പോലെ കഴിവുകളുള്ള, കേരളത്തിലെ മലയാളികളെപ്പോലെ മലബാരികളെപ്പോലെ കഴിവുകളുള്ള ഒരു സമൂഹം ഇന്ത്യ എന്ന മഹാരാജ്യത്തിലോ ഇവൻ ഒരുപക്ഷം ലോകത്തിൽ തന്നെ ഉണ്ടാവില്ല എന്ന് പറയാം. അത്രയും കഴിവുകളുള്ള ഒരു കൂട്ടരെ നമ്മൾ നമ്മുടെ കഴിവിനെ കണ്ട ഇടങ്ങളിൽ കോർപ്പറേറ്റുകളുടെ ജീവിതമായിട്ട് അവരുടെ ഇടയിലുള്ള അടിമകളായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ടുള്ള പാഠങ്ങളാണ് ഞാൻ പറയുന്നത് മുഴുവനും. നമ്മൾ പോകുന്ന ഇടം നമ്മളിലേക്കാക്കി മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെത്തേഡ്. ഞാൻ പോകുന്ന സ്ഥലം എൻ്റെ അഡ്രസ്സിലേക്ക് അറിയപ്പെടുക, അതല്ലെങ്കിൽ എന്നിലേക്ക് ആ സമൂഹത്തെ, അവരുടെ കൾച്ചർ എന്നിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. എൻ്റെ കൾച്ചർ അവരിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഉള്ളതിൽ ഏറ്റവും നല്ല കൾച്ചറാണ് ഞാൻ കീപ്പ് ചെയ്യേണ്ടത്. ആ കീപ്പ് ചെയ്യൽ നിന്ന് ഏറ്റവും നല്ല രീതിയിലാണ് അവർക്ക് കൊടുക്കേണ്ടത്. ആ കൾച്ചറിന് അവർ ഇഷ്ടപ്പെടും. കാരണം എന്താ, അവരനുഭവിക്കാത്ത സ്നേഹവും സൗഹാർദ്ദവും സഹവർത്തിത്വവും തീർച്ചയായിട്ടും ഒരു ലാളന, ഒരു സ്നേഹത്തോട് കൂട്ടിയുള്ള ചേർത്ത് പിടിക്കൽ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു മനുഷ്യന്മാരുണ്ടാവോ ലോകത്ത്? സ്നേഹം വേണ്ട എന്ന് പറയുന്ന ഏതെങ്കിലും മനുഷ്യന്മാരുണ്ടാവോ ലോകത്ത്? സഹായം വേണ്ട, എനിക്ക് ഒരു സഹായവും, നിങ്ങളുടെ ഒരു സഹായം വേണ്ട എന്ന് പറയുന്ന ഏതെങ്കിലും മനുഷ്യന്മാരുണ്ടാവും ലോകത്ത്? ഉണ്ടാവില്ലല്ലോ. നമുക്ക് ഈ സ്വഭാവങ്ങളൊക്കെ നമ്മളിലില്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? രാഷ്ട്രീയക്കാരെയോ, ഗുണ്ടകളെയോ, പീഡിപ്പിക്കുന്ന ക്രിമിനൽസിനെയോ? അതൊക്കെ ആരാണ്? മനുഷ്യന്മാരല്ലേ. ഈ മനുഷ്യന്മാരോട് ഇടപഴകാനുള്ള ഒരു മൈൻഡ് എനിക്കില്ലേ, നിനക്കില്ലേ? ഞാൻ എൻ്റെ മലപ്പുറം മലയാളം അറിയാതെ വരുന്ന എൻ്റെ കൂട്ടുകാരോട് ഞാൻ സംസാരിക്കുന്ന രീതിയിലാകുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമുക്കിതിനൊക്കെ കഴിവും അതിനുള്ള പ്രാപ്തിയും തൻ്റെ ഇടവും അടി എന്നുള്ള കോലത്തിൽ നിൽക്കാനുള്ള ഒരു ഗഡ്സൊക്കെ നമ്മളുണ്ട്. പിന്നെ എന്തിനാ മോനെ നമ്മൾ പേടിക്കുന്നേ? അല്ലേ? ഇതൊക്കെ നമുക്ക് കഴിവുള്ള സംഗതികളാണ്. ജീവിക്കാൻ ഏത് പ്രതിസന്ധിയിലെയും ഏത് ജനങ്ങളോടൊപ്പം ഏത് കാലാവസ്ഥയിലും ഏത് കാലഘട്ടത്തിലും ജീവിക്കാൻ ഒരു പ്രത്യേക കഴിവ് നൽകിയിട്ടുള്ള ഒരു വിഭാഗമാണ്, മനുഷ്യനാണ് കേരളത്തിലെ മലയാളി മലബാരി മണ്ണിലെ മക്കള്. നിങ്ങളുടെ +2 വിദ്യാഭ്യാസമുള്ള, +2 കഴിഞ്ഞ മക്കളെ നിങ്ങൾ ഒന്ന് ഈ രാജ്യത്തിൻ്റെ തെരുവീതികളിലൂടെ ഒന്ന് സഞ്ചരിപ്പിക്കണം. കഴിയുകയാണെന്നുണ്ടെങ്കിൽ വാപ്പയും ജ്യേഷ്ഠനും, അല്ലാന്നുണ്ടെങ്കിൽ അത്രയും സേഫായിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്ന ആളുകൾക്കൊപ്പം നിങ്ങളുടെ മക്കളെ യാത്ര ചെയ്യിപ്പിക്കണം. അവർക്കൊരു 5000 10,000 കൊടുത്തുകൊണ്ട് അവരോട് പോടാ എന്ന് രാജ്യം കണ്ടു വാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിടണം. 100%. ഞാൻ എൻ്റെ 10ാം ക്ലാസ്സോ +2 കഴിഞ്ഞ സമയത്ത് ഈ രാജ്യം മുഴുവൻ കറങ്ങിനി എന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ബില്ലിയനിയർ ആയിട്ടുണ്ടാവും തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അന്ന് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഫാമിലി, മറ്റു കാര്യങ്ങൾ, പ്രാരാബ്ദം, ഇതൊന്നും എനിക്കന്ന് ഉണ്ടായിരുന്നില്ല. എൻ്റെ മെയിൻ സെറ്റിലെ ബിസിനസ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ സഞ്ചരിക്കായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ അന്നേ രക്ഷപ്പെട്ടേനെ. ഇന്ന് അൽഹംദുലില്ലാ ദൈവാനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ തന്നെയാണ്, യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല. മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാം, നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, നല്ല വാഹനം ഓടിക്കുന്നുണ്ട്, വീടിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ യാത്ര ചെയ്യിപ്പിക്കണം. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാകുന്ന ആ ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. ഞാൻ പറയുന്നത്, ഉത്തരേന്ത്യയിൽ നല്ല ഭക്ഷണം കിട്ടാനില്ല, നല്ല ഹോട്ടലുകൾ നമുക്ക് തുടങ്ങാം, അടിപൊളിയായിട്ട് നമുക്ക് സെല്ലിങ് നടക്കും. എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഒരു ദിവസം 1 ലക്ഷത്തിൻ്റെയും 1.5 ലക്ഷത്തിലെയും സെയിൽ നടക്കുന്ന ഹോട്ടൽസുള്ള ഏരിയകൾ എനിക്കറിയാം. വ്യക്തി ജീവിതം കൊണ്ട് പറയാം. ഞാൻ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ പെർ ഡേ സെയിൽ നടക്കുന്ന ഹോട്ടൽസ് വലിയ സിറ്റികളിലൊന്നുമല്ല. ഡൽഹിയിലെ
ഗ്രാമങ്ങളിലെ അവസ്ഥ, അബൂ ഫസൽ റോട്ടിലെ അവസ്ഥ, രാജസ്ഥാനിലെ ഹോട്ടലിൽ വെച്ചിട്ടുള്ള, ചാന്ദിഗ്രാമിലെ ഹോട്ടലിൽ വെച്ചിട്ടുള്ള, കശ്മീരിലെ ഹോട്ടലിൽ വെച്ചിട്ടുള്ള, ഇങ്ങനെ അനേകം അവസരങ്ങൾ ഇനിയും ഈ രാജ്യത്തുണ്ട്. കാരണം എന്താ, 140 കോടി ജനങ്ങൾ താമസിക്കുന്ന ലോകത്തിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മാർക്കറ്റാണ് ഇന്ത്യ. ഈ ഇന്ത്യ വിട്ടുകൊണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് രാജ്യത്ത് പോയി കൊണ്ട് ജീവിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പിന്നെ തീവ്രവാദികളില്ലേ, വർഗീയവാദികളില്ലേ, അവരൊക്കെ അവരുടെ വഴിക്ക് അങ്ങനെ പോകുന്നുണ്ട്. അവരെയും കൂടി നമ്മുടെ സംസ്കാരം കൊണ്ട് നമ്മളെ പാട്ടിലാക്കി നിർത്തുക എന്നുള്ളതാണ് ഐഡിയ. MA യൂസുഫ് അലി സാറ് ലക്നൗവില് ലുലു മാൾ തുറന്ന സമയത്ത് എന്തൊക്കെ പ്രൊപഗണ്ടായിരുന്നു നാട്ടിൽ സംഭവിച്ചിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ആ ലുലു മാളിൽ ഡയറക്റ്റായിട്ട് പോയിട്ടുള്ള ആളാണ്. ഒരു കുഴപ്പമില്ല, സ്വസ്ഥമായിട്ട് ശാന്തിയോട് കൂടിയിട്ട് ആ നാട്ടിലെ ജനങ്ങൾ അവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നു, നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ലുലു മാള്. അവിടെ എന്താ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു അറിയോ? സംസ്കാരശൂന്യരായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾക്കിടയിൽ, ഫോർ എക്സാമ്പിൾ എല്ലാവരും അങ്ങനെയാണെന്നല്ല, സംസ്കാരശൂന്യരായിട്ടുള്ള ഒരു ആളുകൾക്കിടയിൽ വളരെ മികച്ച സംസ്കാരത്തോട് കൂടിയിട്ടൊരു സ്ഥാപനം അവിടെ തുടങ്ങുന്നു. ഈ സംസ്കാരശൂന്യരായിട്ടുള്ള ആളുകൾ ആ ഡോറ് കടന്നു വരുന്ന സമയത്ത് കാണുന്നത് സാംസ്കാരികമായിട്ട് ഇടപഴകുന്ന മനുഷ്യന്മാരെ. ഓട്ടോമാറ്റിക്കലി അവരുടെ മെൻറ്റാലിറ്റി പോകുന്നത് ഞാൻ ചീപ്പായിട്ട് ഇടപഴകരുത്. ഞാൻ ചില ആളുകൾ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് എടുക്കാൻ മടി, ഇത് ഞാൻ എടുക്കണോ അവരെടുത്ത് തരണോ, അവരെ ആലോചിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, മാന്യമായിട്ടുള്ള പെരുമാറ്റത്തിലാണ് തിരിച്ച് മാന്യമായിട്ടുള്ള പെരുമാറ്റം നമുക്ക് കിട്ടുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ലക്നൗവിലെ യൂസുഫ് അലിയുടെ ലുലു മാൾ അടിപൊളിയായിട്ട് ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരിട്ട് കണ്ടതാണ്, ഭക്ഷണം കഴിച്ചതാണ്, പലപ്പോഴായിട്ട് അവിടെ പോകുന്നതാണ്. കേരളത്തിൽ നിന്ന് മലയാളികളായിട്ടുള്ള ഹോട്ടലായിട്ടും മറ്റുള്ള സ്ഥാപനങ്ങളായിട്ടും യു പിയിലും ഗുജറാത്തിലും മീററ്റിലും സൂറത്തിലും കാൺപൂരിലും ജബൽപൂരിലും ബദൽപൂരിലും ഹിമാചൽ പ്രദേശിലും ഒക്കെ ഇട്ടിട്ടുള്ള പല സ്ഥാപനങ്ങളിൽ ഞാൻ കയറാറുണ്ട്. എല്ലാം സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. വല്ലപ്പോഴൊക്കെ പല പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ വരും. നമ്മൾ നമ്മളുടെ സ്റ്റാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ ഒരാളും നമ്മളെ മെക്കിട്ട് കയറൂല. ആ ജനങ്ങൾ അവിടെ അങ്ങനത്തെ ഒരു തീവ്ര വർഗീയ ചിന്താഗതിയിൽ വളരാനൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരുപാട് ലെങ്ത് കൂട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഉത്തരേന്ത്യയിൽ യാത്ര ചെയ്യണം. ഉത്തരേന്ത്യയുടെ തെരുവീതികളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ ഭക്ഷണം കിട്ടാത്ത മനുഷ്യന്മാർക്ക് നല്ല രുചി വിഭവങ്ങൾ ഒരുക്കി കൊടുക്കുന്ന സമയത്ത് അവരുടെ പണം നിങ്ങളുടെ പോക്കറ്റിലെത്തും. വസ്ത്രം എങ്ങനെ ധരിക്കണം, ഏത് ട്രെൻഡ് ധരിക്കണം എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ന്യൂജൻ ജനതയ്ക്ക് നല്ല വസ്ത്രം ഒരുക്കി നല്ല ഡിസൈനിലോട് കൂടിയിട്ട് അത് കൊടുക്കുന്ന സമയത്ത് അവരത് ധരിക്കും. ആ ധരിക്കുന്ന സമയത്ത് അവരുടെ പണം നിങ്ങളുടെ പോക്കറ്റിലെത്തും. നല്ല ആരോഗ്യം, നല്ല ഫെസിലിറ്റീസ്, നല്ല ഹോസ്പിറ്റാലിറ്റി, അങ്ങനെ മനുഷ്യ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ഐഡിയാസ് നിങ്ങളുടെ കയ്യിലുണ്ടോ അതവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അവരവരുടെ കയ്യിലുള്ള നാണയത്തുട്ടുകളും നോട്ടുകളും നിങ്ങളുടെ പോക്കറ്റിലേക്ക് എത്തും. ഞാൻ എന്തുകൊണ്ടാണ് ഡൽഹിയിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യുന്നത്? എൻ്റെ സർവീസ് എന്താ ഡൽഹിയിൽ വെക്കുന്നത്? എനിക്ക് ഒറ്റ പർച്ചേസിന് 10%, 15% എൻ്റെ കമ്മീഷൻ. 20 ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഒരാൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 lakhs rupees എൻ്റെ കമ്മീഷനാണ്. ഞാൻ എന്തിനാ അങ്ങനെ പറയുന്നത്? ഏറ്റവും എഫേർട്ട് എടുക്കേണ്ട ഒരു മാർക്കറ്റാണ് ഡൽഹി ഇന്ത്യൻ മാർക്കറ്റ്. ആ മാർക്കറ്റിൽ ഞാൻ എടുക്കുന്ന എഫേർട്ടിന് എനിക്ക് എൻ്റെ സർവീസ് ചാർജ് 2 lakhs rupees എനിക്ക് വേണം എന്നുള്ളതാണ്. ഞാനത് വാങ്ങാറുമുണ്ട്. രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ ഒന്നിനെയും കാണരുത്. ഒരു ബിസിനസ്സുകാരൻ ഒരിക്കലും രാഷ്ട്രീയത്തിൻ്റെ ചിന്തയോട് കൂടി ജനങ്ങളെ സമീപിക്കരുത്. കാരണം എന്താ, നമ്മുടെ രാഷ്ട്രീയമല്ല, നമ്മൾ ബിസിനസ് ചെയ്യാൻ വന്നവരാണ്. അവിടെ തീവ്രവാദവും വർഗീയവാദവും രാഷ്ട്രീയവാദവും ഒക്കെ നടക്കുന്നുണ്ടാവും. നമുക്ക് യുക്തി വേണം, ബുദ്ധി വേണം, വിവേകം വേണം. രാഷ്ട്രീയക്കാർ അവരവരുടെ മുതലെടുപ്പിന് വേണ്ടിയിട്ട് മാത്രം ജനങ്ങളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്നവരാ ചെന്നായകളാണ് എന്ന് പക്വത നിനക്കുണ്ടെന്നുണ്ടെങ്കിൽ ഏത് രാഷ്ട്രീയക്കാരൻ്റെ ഒരടവിലും നീ വീണു പോവില്ല. മുനമ്പത്തെ കേസ് നമ്മൾ കണ്ടു, എന്തെല്ലാം നാട്ടിൽ നടന്നു, എന്തെല്ലാം കലാപാന്തരീക്ഷത്തോട് കൂടിയിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ നടന്നില്ലേ. എന്നിട്ട് ഞാൻ ആ സമയത്ത് ഞാൻ മൗനത്തോട് കൂടിയിരുന്നു. കാരണം എന്താ, ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എമ്പുരാൻ്റെ പ്രശ്നം നടന്നു. 100% എനിക്ക് ഉറപ്പായിരുന്നു എമ്പുരാന് പൃഥ്വിരാജിനെ പോലെ ബിസിനസ് ഐഡിയ ഉള്ള ഒരൊറ്റ ഡയറക്ടറും ഇന്ന് ഇന്ത്യ രാജ്യത്ത് അതല്ലാന്നുണ്ടെങ്കിൽ കേരളത്തിലില്ല എന്നുള്ളത്. എന്താ എമ്പുരാനിൽ നടന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ ബിസിനസ്സിന് ഐഡിയാസാണ് വേണ്ടത്, അതേപോലെ തന്നെ രാഷ്ട്രീയത്തിലും ഐഡിയാസാണ് വേണ്ടത്. ഈ ഐഡിയാസിനെ തിരിച്ചറിയാനുള്ള ഐഡിയ നമുക്ക് വേണം. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ വർഗീയത കയറി വരില്ല, മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോകില്ല, ദേഷ്യം വരില്ല. കാമായിട്ട് കൂളായിട്ട് വിഷയത്തെ ഇങ്ങനെ വ്യക്തമായിട്ട് നമ്മളിങ്ങനെ പഠിച്ച് നമ്മളുടെ ട്രാക്കിൽ ഇങ്ങനെ പോകും.
നമ്മുടെ പൈസ എങ്ങനെ നമുക്ക് വരാനുള്ള പൈസ ഒക്കെ നമുക്ക് നേരിട്ട് വരും. നമ്മളോട് ഇടപഴകുന്നത് മാന്യമായിട്ടാവും, നമ്മൾ ഇടപഴകുന്നത് മാന്യമായിട്ടാവും, പോലീസ് ഇടപഴകുന്നത് മാന്യമായിട്ടാവും. സ്ട്രൈറ്റ് വേ നമ്മുടെ റൂട്ട് കറക്റ്റ് ആവണം എന്നുള്ളത് മാത്രമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രാജ്യം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഈ രാജ്യം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ ഒലയും ഊബറും സൊമാറ്റോയും സ്വിഗ്ഗിയല്ലേ, ബ്ലിങ്കിറ്റ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇല്ലേ. ഇനിയും ഉണ്ടോ, ഇനിയും അവസരമുണ്ട്. ഒരു ഒല കൊണ്ടും ഒരു ഊബർ കൊണ്ടും ഒരു സൊമാറ്റോ കൊണ്ടും ഒരു സ്വിഗ്ഗി കൊണ്ടൊന്നും ഈ രാജ്യത്ത് തീരുമാനമാവില്ല. ഈ ആപ്ലിക്കേഷൻസ് തന്നെ മതി എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുകയാണ്. ഈ രാജ്യത്ത് ഒരു സ്വിഗ്ഗി കൊണ്ടോ ഒരു സൊമാറ്റോ കൊണ്ടോ ഒരു ഓല കൊണ്ടോ ഒരു ഊബർ കൊണ്ടൊന്നും ഈ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹാരമാവില്ല. ഇനിയും വേണം ആപ്ലിക്കേഷൻസ്. അതിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഞാൻ ഒരുപാട് വർഷമായിട്ട് ഒരുപാട് കാലമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആലിബാബയെ പോലെയുള്ള, ആമസോണിനെ പോലെയുള്ള, ഫ്ലിപ്കാർട്ടിനെ പോലെയുള്ള ഒരു ഇ-കൊമേഴ്സ്യൽ പ്ലാറ്റ്ഫോം ഒരുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പഠനം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും പഠിക്കാം. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. കാരണം ഇന്ത്യയുടെ കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയും കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള നിരവധി മാർക്കറ്റുകൾക്കുള്ളിൽ ഇറങ്ങി ചെന്ന് അവിടെയുള്ള പ്രൊഡക്റ്റുകളും എന്താണ്, എങ്ങനെയാണ്, എവിടെ നിന്നാണ്, എന്തിനാണ് എന്നുള്ളതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വർഷം വേണ്ടി വന്നു. എന്നിട്ടും തീർന്നിട്ടില്ല. അപ്പോൾ ഈ മാർക്കറ്റിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പല എക്സ്പീരിയൻസുകളും കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ വായിച്ചുകൊണ്ട് മനസ്സിലാക്കിയ ഒരു സംഗതിയാണ്, ഇവിടെ പല കാര്യങ്ങളും ഇനി ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, നമുക്ക് ജീവിക്കണം. നിങ്ങൾക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ യാത്ര ചെയ്താൽ നിനക്ക് ആ പണം നഷ്ടമാവില്ല. നിങ്ങൾ സുഖ സൗകര്യങ്ങളോട് കൂടിയിട്ട് എല്ലാം ആസ്വദിച്ച് ജീവിക്കണം, എല്ലാം ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല. കഷ്ടപ്പെട്ട് കണ്ടന്നെ. ഞാൻ ഈ വസ്ത്രം ധരിക്കൽ വളരെ കുറവാണ് അല്ലേ, എന്നെ നല്ല ലുക്കിൽ കാണൽ വളരെ കുറവല്ലേ. അതെന്താ കാരണം എന്നറിയോ? ഈ മാർക്കറ്റുകളിൽ പോകുമ്പോൾ ലുക്കല്ല, വർക്കാണ് പ്രധാനം. ടാൻ അടിച്ചുകൊണ്ട് ഈ ഭാഗം മുഴുവൻ ടാൻ അടിച്ചുകൊണ്ട് വൃത്തികേടായിരുന്നില്ലേ. എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നില്ല. 1800-2000 റുപ്യ ഒരു 4 തവണ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ മുഖത്തെ ടാന് മുഴുവൻ ക്ലിയർ ആവും എന്നുള്ളത് എനിക്കറിയായിരുന്നു. മണി ഈസ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ പൈസക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പൈസ ആ ടാൻ അടിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ മാർക്കറ്റിൽ ഇറങ്ങാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കണ്ട പൈസ ഒന്നും എനിക്കുണ്ടാവില്ല. ഒരുപാട് സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് എന്നൊന്നല്ലേട്ടെ ഞാൻ പറയുന്നത്. ഞാൻ ഈ കണ്ട എക്സ്പീരിയൻസും ഈ പൈസയൊന്നും എനിക്കുണ്ടാവില്ല. ഞാൻ എൻ്റെ മാർക്കറ്റിൽ ഇറങ്ങുന്ന സമയത്ത് ഈ പേടിയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ടാന് എന്നോട് പലരും പറയുന്നു, അപ്പോൾ നേരെ ഇറങ്ങണ്ടോ, സുരതാപ ഏൽക്കൂട്ടോ, ഒന്ന് പോടറക്കുക. അങ്ങനെ ഇറങ്ങും. കാരണം എന്താ, അങ്ങനെ ഇറങ്ങിയാൽ 10 രൂപ കായ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവർ മാറിക്കുന്ന സമയത്ത് ഗോൾ അടിക്കാൻ പോകുന്നവനാണ് സ്ട്രൈക്കർ. ഈ മാർക്കറ്റിൽ നിങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുക, സെറ്റാക്കുക. എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടൊന്നും കാര്യങ്ങൾക്ക് പരിഹാരം കിട്ടില്ല. നിങ്ങൾ യാത്ര ചെയ്യാനേ വേണം. നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിയുക. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പല വിഷയങ്ങളെക്കുറിച്ചും. ഇൻഷാല്ലാ ഇതുപോലെ ഒഴിവുള്ള സമയത്ത്, നല്ല മൂടുള്ള സമയത്ത് ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോസുമായിട്ടൊക്കെ വരാം. പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, എന്നാൽ ബൈ.